മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനമല്ല ആ എഴുത്തിന്റെ താഴെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേരെന്ന് കാണുമ്പോ മുസൈലിമ ചോദിക്കുകയാ, മൻ മുഹമ്മദ് യാ ഹബീബ്. ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ഹബീബേ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാലാരാ? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് നബിയെന്ന് ഹബീബ് റളിയല്ലാഹു തആല മുസൈലിമയുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ. ശത്രുക്കൾക്ക് നടുവിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല ഇതിനോട് മുസൈലിമ ചോദിക്കുകയാ, മനിൽ മുസൈലിമ യാ ഹബീബ്. മുസൈലിമ ആരാണ് ഹബീബേ? മുസൈലിമ ആരാണ് ഹബീബേ? ഹബീബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുകയാ, നീ എന്തേ കിടന്ന് കുരയ്ക്കുന്നത്? നീ എന്തേ കിടന്ന് കുരയ്ക്കുന്നത്? നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പടച്ചവനെ, മുസൈലിമ രണ്ടാമതും ചോദിച്ചു, മുസൈലിമ ആരാ ഹബീബേ? അപ്പോഴും പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലടാ. പടച്ചവനെ, മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. എന്റെ പ്രിയമുള്ളവര്, അവിടെന്ന് ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, പിടിച്ചുകൊണ്ട് പോവുകയാണ്, കൈകാലുകൾ കെട്ടിയിടുകയാണ്. എന്നിട്ട് എന്റെ ചെറുപ്പക്കാരാ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ഹബീബ് റളിയല്ലാഹു തആല അതിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാ. അല്ലാഹുവേ, പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്നിട്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ചോദിക്കുന്നു, ഹബീബേ, മുസൈലിമയാരാ? ഹബീബ് റളിയല്ലാഹു തആല പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ശരീരത്തിൽ നിന്ന് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ കണ്ടിട്ടില്ലേടാ പുണ്യമോര്? അതാ കൈകാലുകളെ പടച്ചവര് ഇറച്ചിക്കടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നീ ഇറച്ചി വാങ്ങാൻ ചെല്ലുമ്പോ അതിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തൂക്കിത്തരുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മുസൈലിമയുടെ അനുയായികൾ ഇങ്ങനെ ഇറച്ചി മുറിച്ചെടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, പറയടാ ഹബീബ്, ആരാടാ മുസൈലിമ? മുസൈലിമത്തുന റസൂലുള്ളാഹ്. പറയടാ, ഞാൻ പ്രവാചകനാണെന്ന്. ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല തുണ്ടമായി വെട്ടിമുറിക്കുന്ന സമയത്ത്, തന്റെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുക്കുന്ന സമയത്ത് അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അവിടെന്ന് വിളിച്ചു പറഞ്ഞതെന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസൈലിമത്തുൽ കദ്ദാബുല്ലാഹ്. അവിടെന്ന് പറഞ്ഞു, നീ കള്ളരാടാ, നീ കള്ള പ്രവാചകനാടാ. എന്റെ മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകനാടാ. പടച്ചവനെ, അവിടെന്ന് തുണ്ടമായി വെട്ടിമുറിച്ചെടുക്കുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ പതറിയില്ല എന്ന് ചരിത്രം പറയുമ്പോ ഈമാൻ ഉറച്ചാൽ അങ്ങനെയാടാ പുണ്യമോന്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിന്റെ അകത്തുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ലടാ ചെറുപ്പക്കാരാ, പിന്നെ ഒരു ഭയമില്ലടാ ചെറുപ്പക്കാരാ. എന്തിനും അവര് തയ്യാറാ, ഏത് പീഡനങ്ങൾക്കും അവര് തയ്യാറാ. ആ ഈമാൻ ഉറച്ചത് കൊണ്ടാണ് മഹാനായ സയ്യിദുനാ ബിലാൽ കഴുത്തിലൂടെ കയറ് കെട്ടിയിട്ട് തെരുവിലൂടെ വസ്ത്രമില്ലാതെ വലിച്ചിടച്ചുകൊണ്ട് നടന്നത്. പഠിച്ചു കിടക്കുന്ന മലയാളത്തിന് മലർത്തിക്കടത്തികത്ത് കരിമ്പാറ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തന്നിച്ചതയ്ക്കുമ്പോ ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്. മോനെ, ഏത് പീഡനങ്ങളും തോറ്റുപോയത് ആ വിശ്വാസത്തിന്റെ മുന്നിലാ, ആ ഈമാനിന്റെ മുന്നിലാ. ഇതൊക്കെ